തൊടാൻ പറ്റത്തില്ല. ആ കമ്പി തൊടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യിക്കാത്തത്. പിന്നെ ബാക്ക് യാർഡിലോട്ട് എന്ത് വേണമെങ്കിൽ അത്രയും സ്ഥലമുണ്ട്. സ്ഥലമുണ്ട്. അവരുടെ നല്ല നല്ല ലോൺ അവരുടെ ആണ്ടില്ലേ, നല്ല അടിപൊളി ലോൺ. നല്ല വീടല്ലേ. അതേപോലെ ആക്കി ലുക്കാക്കി നല്ല നല്ല അത്യാവശ്യം താങ്കളപ്പോ ഈ ഒരു വീട് വാങ്ങുന്നതിനെ പറ്റി എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? വെറുതെ വീട് വാങ്ങല്ലേ, വാടകയ്ക്ക് വെറുതെ ആണോ വീട് വാങ്ങുന്നത്? എന്താണ് താങ്കളുടെ ഇപ്പോഴത്തെ ആ ഒരു വീട് വാങ്ങാൻ അത്യാവശ്യമാണെങ്കിൽ വീട് വാങ്ങുക, അല്ലെങ്കിൽ വീട് വാങ്ങരുത്. വീട് വലിയൊരു ബർഡനാ, വലിയൊരു ഫൈനാൻഷ്യൽ ലയബിലിറ്റിയാണ് വീട്. അത്യാവശ്യമാണെങ്കിൽ വാങ്ങുക. അപ്പൊ ഈ വീടിന്റെ പ്രത്യേകത വെച്ചാല് നമ്മുടെ ഇതിന്റെ വീടിന്റെ ബ്രോക്കർ അതല്ലെങ്കിൽ റിയൽറ്റർ എന്നാണ് ഇവിടെ അമേരിക്കയിൽ പറയാ. ആ റിയൽറ്ററും ഒരു മലയാളിയാണ്, ബിജോയ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം എന്താണ്, ഇവർ രണ്ടാളും കൂടിയാണ് ഇതിന്റെ ആ ഒരു ഡീല് നടത്തിയിരിക്കുന്നത്. ഈ വീടിന്റെ അതിന്റെ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബിജോയ് എന്താണ് ഈ ഒരു ഡീലിനെ പറ്റി, ഇതിനൊരു വീട് വാങ്ങി കൊടുക്കുന്ന ആ ഒരു സംതൃപ്തി എന്താണ്? ഒരാൾക്കൊരു ഗ്രഹം ലഭിക്കുന്നു അല്ലേ? ഈ വീടിനെ സംബന്ധിച്ച് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഡീൽ പോലൊരു ഓഫർ തന്നെയാണ്. പിന്നെ ഇതിന്റെ അപ്ഡേറ്റുകളും ബാക്കിയെല്ലാം ചെയ്യുമ്പോൾ നല്ല ഭംഗിയാവും, നല്ലൊരു പ്രൈസ് റേഞ്ചിലോട്ട് കയറിപ്പോൾ പിന്നെ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളതിനേക്കാളും ഇതിന് പൊട്ടൻഷ്യൽസ് ഉണ്ട്. ഇത് നമ്മൾ നല്ലതായിട്ട് ഇമാജിൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി ബെറ്റർ പൊട്ടൻഷ്യൽ ഉള്ള ഒരു വീടാണ്. നല്ലൊരു ഏരിയ ആണ്, ലൊക്കാലിറ്റി നല്ലൊരു ഏരിയ ആണ്, അയൽവക്കം നല്ലതാണ്. പിന്നെ ഇതിനെ സംബന്ധിച്ചും ഇതിന് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ റെയർ ആയിട്ടുള്ള വീടുകളിലൊന്നാണ്. ഇതിന് വീട്ടിൽ വീഡിയോ ചെയ്യാം, മലയാളികളായിട്ട് പ്രേക്ഷകരായിട്ട് സംവദിക്കാം. അതെ, കംപ്ലീറ്റ്ലി ഇതിന്റെ ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു വീടാണ്. പിന്നെ ഒരു ഗ്യാരേജിന്റെ കുറവ് മാത്രമേ നമ്മൾ ആ പറഞ്ഞ ക്രൈറ്റീരിയസിലുള്ളൂ. പക്ഷെ ബാക്കി എല്ലാം കൊണ്ടും ബെറ്റർ ആണ്. തന്നെയല്ല, ഈ വീടിന്റെ മേലെ സോളാർ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് അധികം കാണാൻ പറ്റില്ല. ഇതിന്റെ മേലെ സോളാർ ഉണ്ട്. അപ്പൊ കറണ്ടുമായിട്ടുള്ള ചെലവുകളൊക്കെ ഈ സോളാറ് നോക്കുന്നതായിരിക്കും. പിന്നെ പുല്ല് ചെത്തുന്ന മെഷീൻ ഉണ്ട് കേട്ടോ. ഇതിന് പുല്ല് ചെത്താനായിട്ടുള്ള വണ്ടിയുണ്ട്. അപ്പൊ പുല്ല് ചെത്താൻ അവനവന് തന്നെ ചെത്താൻ നമ്മൾ കോൺട്രാക്ട് കൊടുക്കണ്ട. നല്ല ഫെൻസും ബോർഡറൊക്കെ ഉണ്ട്. നല്ലൊരു വീടാണ്.